നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേവികുളത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞ് ഒരു വീട് തകർന്നു. മൂന്നാറിൽ 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. കട്ടപ്പന നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു. യോഗം നടന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ചും ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാൻ. അടിമാലി കല്ലാറിൽ അങ്കണവാടിയുടെ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും. 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് ആക്ഷേപം. ഒരിടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ മേഖലയിൽ തെരുവ് നായശല്യം രൂക്ഷം. പ്രദേശത്ത് നായ്ക്കൾ കടിച്ചുകൊന്നത് നിരവധി വളർത്തുമൃഗങ്ങളെ. പൂവത്തോലിൽ വർഗീസിന്റെ 4 മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ചുകൊന്നു. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേവികുളത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞ് ഒരു വീട് തകർന്നു. മൂന്നാറിൽ 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. ദേവികുളം കോളനിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ പ്രദേശവാസിയായ വിൽസന്റെ വീട് തകർന്നു. കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന്റെ അടുക്കളയും 2 മുറികളും പൂർണ്ണമായി തകർന്നതായി വീട്ടുകാർ പറഞ്ഞു. திடீர்னு ஒரு சவுண்டு மட்டும் தான் வந்துச்சு. நாங்கள் கிச்சன் வீட்டுக்கு போகிறதுக்கு தான் இருந்தோம். சாப்பாடு பசி எடுத்துருச்சுன்னு சொல்லி குழந்தை சொல்லவும் அவளுக்காக இட்லி ஊற்றுறதுக்காக கிச்சன் வீட்டுக்கு போனேன். அப்போ கரண்ட் இல்லாதனால எனக்கு பயமா இருக்கு, நீங்க வாங்க, நீங்க இப்போ ஊற்ற வேண்டாம் அப்படின்னு சொல்லிட்டு அப்பா வந்ததுக்கு அப்புறம் பாத்துக்கலான்னு இங்கிட்ட இழுத்துட்டு தான் வந்திருக்கா. ஒரு நிமிஷம் இல்லை, மொத்தம் மேலே ரிபீட்மெண்ட் கட்டிருந்தாங்க கவர்மெண்ட். ஸோ அந்த ரிபீட்மெண்ட் ஸ்ட்ராங் இல்லாமல் டோட்டலாகவே வந்து கிச்சனு, இந்த சென்ட்ரல் உள்ள ரூம், லிவிங் ரூம் எல்லாமே மொத்தமாகவே வந்து அடிச்சிருச்சு. நாங்கள் சவுண்டு கேட்ட நிமிஷமே கதவை திறந்து வெளியே வந்துட்டோம். ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. സമീപത്തെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. മൂന്നാറിൽ 3 ക്യാമ്പുകൾ സജ്ജമാക്കി. നിലവിൽ മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ ഹാളിൽ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപകട മേഖലയായ അന്തോണിയാർ കോളനിയിൽ നിന്നടക്കം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ഒരു ക്യാമ്പാണ് ഫംഗ്ഷനിലായിട്ടുള്ളത്. അത് നമ്മുടെ മൗണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിലാണ്. ബാക്കി 2 ക്യാമ്പുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ 26 പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. അതിൽ 4 കുട്ടികളും 14 സ്ത്രീകളും 6 പുരുഷന്മാരുമാണ്. അന്തോണിയർ കോളനി വളരെ ഹൈ റിസ്ക് ഏരിയയാണ്. അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാപ് റോഡിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പകൽ ഇതുവഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം ഗ്യാപ് റോഡിൽ നിർത്തരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രി വൈകുന്നേരം 6 മണി തൊട്ട് പുലർച്ചെ 6 മണി വരെയുള്ള യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. പകലിലുള്ളത് നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. കഴിവതും അതുവഴി ജനങ്ങൾ പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇൻ കേസ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെങ്കിൽ നമ്മൾ അത് ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. നിലവിൽ പകൽ സമയത്ത് അവിടെ ഒരു നിരോധനം ഇല്ല. പക്ഷെ അവിടെ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ ജില്ലാ പോലീസ് മേധാവി വഴി അവിടെ നിർത്തരുത്, നോ സ്റ്റോപ്പേജ് ഏരിയ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവിടെ വ്യൂ പോയിന്റിലൊന്നും ടൂറിസ്റ്റുകളോ ആരും നിർത്താൻ പാടില്ല. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പും ഉയരുകയാണ്. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഹെഡ്വർക്സ് ഡാമുകൾ തുറന്നു. കരുണാപുരത്ത് സംരക്ഷണ ഭിത്തി തകർന്ന 3 വീടുകൾ അപകടാവസ്ഥയിലായി. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നു. കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ അപകടം. ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പുത്തൻപുരയ്ക്കൽ റംനത്ത് ബീവിയുടെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന റംനത്ത് ബീവിക്ക് നിസാര പരിക്കേറ്റു. 3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണത്.
പുത്തൻപുരയ്ക്കൽ റംനത്ത് ബീവിയുടെ വീടിന്റെ മുകളിലേക്കാണ് അയൽവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന മരം പതിച്ചത്. അപകടത്തിൽ വീടിന്റെ അടുക്കളയ്ക്കും ശൗചാലയത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മരം ഒടിഞ്ഞു വീണതിനിടയിൽ കൈകൾക്ക് പരിക്കേറ്റതായി റംനത്ത് ബീവി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് ഏതുകൊണ്ടോ എന്റെ കയ്യും എല്ലാം ഓതുകൊണ്ടോ നടു അടിച്ചിട്ട് തല അടിച്ചോളൂ ഒറ്റ വീരക്കം പടാരേ ശബ്ദം കേൾക്കുമല്ലായിരുന്നു. ഓടി അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതാ ഷീറ്റ് മൊത്തം പോയില്ലേ. കട്ടപ്പന അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. സംഭവസ്ഥലത്ത് നഗരസഭ അധികൃതരടക്കം സന്ദർശനം നടത്തി. മഴയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉണ്ടാകുന്ന ആദ്യ മഴക്കെടുതി കൂടിയാണിത്. മഴ ശക്തമായ സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടിമാലി ടൗണിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് കൂറ്റൻ മരശിഖരം ഒടിഞ്ഞു വീണു. വാഹനത്തിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കല്ലാർകുട്ടി റോഡിലൂടെ അടിമാലി ടൗണിലേക്ക് വരികയായിരുന്നു ഓട്ടോറിക്ഷ. അടിമാലി ടൗൺ തുടങ്ങുന്ന ഭാഗത്ത് നിന്നിരുന്ന മരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് ചുവട്ടിൽ നിന്നും ഒടിഞ്ഞ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് പതിച്ചത്. മരം വീണതിനെ തുടർന്ന് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കട്ടപ്പന നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ചും ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ അനുവദിച്ച താൽക്കാലിക ഓട്ടോ സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി, ബസ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവർ ആരോപണമുന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നത്. ഇന്ന് ട്രാഫിക് കമ്മിറ്റി യോഗം ചേരുകയും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ട്രാഫിക്കിൻ്റെ നല്ല ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് സ്ഥലം പോയി കണ്ടെത്തി അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുക. അതുപോലെ തന്നെ 2-ാം തീയതി ജൂലൈ 2-ന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിക്കും രൂപം നൽകി. കൂടാതെ കട്ടപ്പന നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമായി ബൈപ്പാസ് റോഡുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സൈൻ ബോർഡ് സ്ഥാപിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു. വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, ബസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടെ കൂടി ഒരു സമിതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സമിതി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമിതിയുടെ യോഗം 2-ാം തീയതി 10 മണിക്ക് മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൗണിലെ വിവിധങ്ങളായ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലീസ് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ബൈപ്പാസ് റോഡുകളിലേക്ക് വാഹനം തിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിന് ആവശ്യമായ സൈൻ ബോർഡുകളെല്ലാം മുനിസിപ്പാലിറ്റി വെക്കാൻ പോവുകയാണ്. അതിനുശേഷം അതായത് ഇപ്പോൾ പാറക്കടവിൽ നിന്ന് വന്നാൽ ഇപ്പോൾ കുമളി ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾക്ക് ബൈപ്പാസ് വഴി പോകാം, അവർക്ക് ടൗണിൽ കയറാതെ പോകാം. അങ്ങനെയുള്ള ബൈപ്പാസ് റോഡുകളുടെ സൗകര്യം പരമാവധി ഉപയോഗിക്കത്തക്ക റൂട്ടുകളിൽ ആവശ്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് ആളുകൾക്ക് ദിശാബോർഡുകൾ സ്ഥാപിച്ച് അവരെ ആ മാർഗം തിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രതിനിധികളായ MC ബിജു, സിജു ചക്കുമൂട്ടിൽ, ഷാജി പാറക്കടവ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് എന്നിവരും പോലീസ്, വില്ലേജ്, PWD ഉദ്യോഗസ്ഥരും ഓട്ടോറിക്ഷ തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം സമിതി അംഗങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ സന്ദർശനവും നടത്തി. അടിമാലി കല്ലാറിൽ അംഗനവാടിയുടെ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും. 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം. മുകൾ നിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു. തിങ്കളാഴ്ചയായിരുന്നു അടിമാലി കല്ലാറിൽ 4 വയസ്സുകാരി അങ്കണവാടിയുടെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വീണത്. തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 3 നിലകളുള്ള കെട്ടിടത്തിലാണ് അങ്കണവാടിയുടെ പ്രവർത്തനം. ഏറ്റവും താഴത്തെ നിലയും 3ാമത്തെ നിലയുമാണ് അങ്കണവാടിയുടെ പ്രവർത്തനത്തിനായി നൽകിയിട്ടുള്ളത്. താഴത്തെ നിലയിൽ നിന്നും കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം മുകൾ നിലയിലെത്തിയപ്പോഴായിരുന്നു അപകടം നടന്നത്. 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം. ഏറ്റവും അടിയിലെ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അംഗൻവാടി തുടങ്ങുകയും ആ അംഗൻവാടി കെട്ടിടമായിട്ട് ഇത് പണിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മേളിലെ നിലകൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ പണിതത്.
ഇത് പണിതതിന് ശേഷം ഇവർ ടീച്ചർമാരുടെ താല്പര്യപ്രകാരമാണ് ഈ അംഗൻവാടി 3-ാം നിലയുടെ മേളിലേക്ക് മാറ്റിയത്. കുട്ടികളുടെ പഠിക്കാനുള്ള, കുട്ടികൾ വീഴാണ്ടിരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഗേറ്റ് സഹിതം അംഗൻവാടി താഴെ നിലയിലുണ്ട്. അവിടെ നിലവിൽ അംഗൻവാടി അങ്ങനെ ഉള്ളപ്പോൾ ഈ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം, ടീച്ചർമാരുടെ ആവശ്യപ്രകാരം ഇത് 3-ാം നിലയിലേക്ക് മാറ്റുകയും അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുകൾ നിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കലുണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു. ഒന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വഴി തന്നെ തെന്നിത്തെറിച്ച് കിടക്കുന്ന വഴി, ഇതിലൂടെ വേണം ഈ കുഞ്ഞുങ്ങൾ, ഇവിടെ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്, പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്നൊരു വഴിയാണ്, അവർക്കൊന്നും ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ഇത് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ടൈലിലൊരു പാസേജിലിട്ടേക്കുന്ന ടൈലിലൊരു ഗ്രിപ്പ് പോലും ഇല്ലാത്ത ടൈല്, വെള്ളം നനഞ്ഞാൽ തെന്നി വീഴും. അതിലൂടെയാണ് ഈ കുട്ടികൾ നടന്നു കയറി പോകുന്നത്. ഇത് നേരത്തെ തന്നെ ഇതുപോലെ ഒരു അപകടങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ 2022 കംപ്ലയിൻറ്റ് പറഞ്ഞതാണ് ഞാൻ. എൻ്റെ കുട്ടി അന്ന് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് മാറി. അന്ന് ഇതുപോലെ വീഴുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻ്റൊന്നും അന്ന് ഇത് ഏറ്റെടുത്തില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. കെട്ടിടത്തിന്റെ അരികിലൂടെ വെള്ളം ഒഴുകുന്ന ഓടയിലേക്കാണ് കുട്ടി വീണത്. ആദ്യം അങ്കണവാടിയുടെ പ്രവർത്തനം നടന്നിരുന്നത് ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു. 2018 പ്രളയത്തിനു ശേഷമാണ് അങ്കണവാടിയുടെ പ്രവർത്തനം മുകൾ നിലയിലേക്ക് മാറ്റിയത്. അങ്കണവാടിയിലേക്ക് എത്തുന്ന വഴിയും മഴ പെയ്തതോടെ തെറ്റിത്തെറിച്ചു കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയും പരിഹാരം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ഒരിടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് നായ്ക്കൾ കടിച്ചുകൊല്ലുന്നത്. പൂവത്തോലിൽ വർഗീസിന്റെ 4 മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ചുകൊന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ മേഖലയിൽ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. കാൽനട യാത്രികർക്കൊപ്പം വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പള്ളിക്കവലയ്ക്ക് സമീപം കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. പൂവത്തോലിൽ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള 4 മാസം പ്രായമായ ആട്ടിൻകുട്ടിയാണ് ചത്തത്. 15 ദിവസം മുമ്പും തന്റെ ഉടമസ്ഥതയിലുള്ള 3 മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി വർഗീസ് പറയുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടിൻകുട്ടി പകരം വെള്ളം കേട്ടു. ഉടനെ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഉടനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഇറങ്ങിച്ചെന്നപ്പോഴേക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കയറ് കടിച്ചു പൊട്ടിച്ച് ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് പോകാൻ മേലാത്തതുകൊണ്ട് ഒരു 8 കിലോ ഉണ്ട് ആട്. അതുകൊണ്ട് അതിനെ ഇട്ടേച്ച് പോയി. ഇനിയിപ്പം ആട് ഇവിടെ കിടപ്പുണ്ട്, പ്ലാസ്റ്റിക് കയറ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത മടുക്കപ്പൊടി ജെസ്സി എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് 8 കോഴിയെ മൊത്തം കൊണ്ടുപോയി. അപ്പം നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ മേല. കാട്ടുപന്നി ശല്യം അവിടുത്തെ, വന്യമൃഗങ്ങളുടെ ശല്യം അവിടുത്തെ, മനുഷ്യന് യാതൊരു രീതിയിലും ജീവിക്കാൻ മേല. കൂടാതെ സമീപവാസികളായ മടുക്കക്കുഴി ജെസ്സിയുടെ 8 കോഴികളെയും പന്തക്കുറ്റി പ്രകാശിന്റെ 3 കോഴികളെയും തെരുവുനായ്ക്കൾ ആക്രമിച്ച് ഭക്ഷിച്ചിരുന്നു. ഏതാനും ദിവസങ്ങളായി തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഒപ്പം അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടികൂടി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടിയിൽ നിന്ന് പഞ്ചായത്ത് താൽക്കാലികമായി പിന്മാറി. കടയുടമകളുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക പിന്മാറ്റം. കടകൾ പൊളിച്ചു നീക്കാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വ്യാപാരികൾക്ക് നൽകിയ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. കട ഒഴിയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് നോട്ടീസും നൽകി. സ്വന്തമായി കട പൊളിച്ചു നീക്കാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് നേരിട്ട് പൊളിക്കൽ നടപടി സ്വീകരിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കടയുടമകളും വ്യാപാരി വ്യവസായി സമിതിയും കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തതോടെയാണ് താൽക്കാലികമായി നടപടിയിൽ നിന്നും പഞ്ചായത്ത് പിന്മാറിയത്. റോഡ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് കച്ചവടം നടത്താൻ അനുവദിക്കണം. അല്ലാത്തപക്ഷം കടകൾ പൊളിച്ചു മാറ്റിയാൽ ഇവിടെ കച്ചവടം നടത്തിവന്നിരുന്ന വ്യാപാരികളുടെ പുനരധിവാസം പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. വികസനത്തിന് വ്യാപാരി വ്യവസായി സമിതി ഒരിക്കലും തടസ്സമല്ല. പക്ഷേ ആവശ്യമായിട്ടുള്ള സ്ഥലവും റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും ഐറിഷ് റോഡയ്ക്കുള്ള സ്ഥലവും വിട്ടു നൽകിയതിന് ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് അവർക്ക് തുടരുവാനായിട്ട് അവസരം നൽകുക. അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട കച്ചവടക്കാർക്ക് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ഒരു പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണം എന്നാണ് സമിതി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു പുറമ്പോക്കിലിരിക്കുന്ന കുറേ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ കച്ചവടക്കാരെ ഇറക്കിവിടാനാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും. അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഇടപെടൽ ഇതിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിയമപരമായി സംരക്ഷണം കിട്ടത്തക്ക നിലയിൽ കൂടി ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകും. എന്തായാലും ഇവരെ വഴിയാധാരമാക്കി, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ അടമഴ സമയത്ത്, പ്രത്യേകിച്ച് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കച്ചവടക്കാരനുണ്ട്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, 3 പെൺകുട്ടികളുടെ അമ്മയുണ്ട്. അവരെ ഈ പെരുമഴക്കാലത്ത് വഴിയിലേക്ക് ഇറക്കി വിടുവാൻ ഒരു കാരണവശാലും വ്യാപാരി വ്യവസായി സമിതി അതിന് അംഗീകരിക്കത്തില്ല. ആ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്നാൽ റോഡ് പുറമ്പോക്കിലാണ് കടകൾ പ്രവർത്തിക്കുന്നതെന്നും റോഡ് വികസനത്തിനായി കടകൾ ഒഴിവാക്കണമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുന്നത്. അടിമാലി കുളമാങ്കുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. കുളമാങ്കുഴി സ്വദേശി പ്രശാന്തിനാണ് ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ പരിക്ക് സംഭവിച്ചത്. പ്രശാന്തിന്റെ പിറകെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് പ്രശാന്ത് കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. യുവാവ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടാന നിലയുറപ്പിച്ചിരുന്നു. കാട്ടാനയെ കണ്ടതോടെ പ്രശാന്ത് ഭയന്ന് പിന്തിരിഞ്ഞോടി. പ്രശാന്തിന്റെ പിറകെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ആന ഓടിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് വീഴുകയും വലതു കാൽമുട്ടിന് പരിക്കേൽക്കുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് ജീവൻ രക്ഷിക്കാനായത്. പരിക്കേറ്റ പ്രശാന്തിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാളറ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടിയ കാഞ്ചിയാർ പുതിയപാലം നിവാസികൾ ട്രഞ്ച് നവീകരണത്തിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിന് നിവേദനം നൽകി. 3 ലക്ഷത്തോളം രൂപയാണ് ട്രഞ്ച് നവീകരണത്തിന് ആവശ്യമുള്ളത്. കാട്ടാന ആക്രമണം രൂക്ഷമായ കാഞ്ചിയാർ പുതിയപാലം നിവാസികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനു വേണ്ടി വനംവകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമുണ്ടായില്ല. ഇതോടെയാണ് ട്രഞ്ച് പണിയുവാൻ നാട്ടുകാർ തന്നെ തീരുമാനിച്ചത്. എന്നാൽ ട്രഞ്ച് നിർമ്മിക്കണമെങ്കിൽ 3 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ഇതുവരെ പ്രദേശവാസികൾ ചേർന്ന് 2 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം സമർപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ പറഞ്ഞു. രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോഴേ തന്നെ ഇങ്ങോട്ട് കയറുകയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ക്ഷീണിതരാണ്. രാത്രി സമയങ്ങളിൽ ആനയെ ഓടിക്കുന്നതിനായി അവർ അവിടെ ആന കൃഷിസ്ഥലത്ത് കയറാതിരിക്കാനായിട്ട് കാവൽ നിൽക്കേണ്ട അവസ്ഥയും പകല് ട്രെഞ്ച് പിടിക്കാനായിട്ട് സാമ്പത്തികം കണ്ടെത്താനായിട്ടൊക്കെ ഉള്ള കഠിന ശ്രമത്തിലാണ്. അപ്പോൾ ഒരു സഹായം എന്ന നിലയിൽ ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ നമുക്ക് സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കർഷകരാണ് പുതിയപാലം ഭാഗത്തുള്ളത്. കർഷകരും കർഷക തൊഴിലാളികളും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായതിനാൽ ഈ ട്രെഞ്ച് പിടിച്ച് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവുകൊണ്ട് ഞങ്ങൾ ആ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രഞ്ച് നിർമ്മിക്കണമെന്ന ആവശ്യം നാളുകൾക്ക് മുൻപ് മുതൽ വനംവകുപ്പിനെ അറിയിക്കുന്നതാണെന്നും വിഷയത്തിൽ ഇവർ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. വിഷയം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനായിട്ട് നമുക്ക് ജില്ലാ ഭരണകൂടത്തെ വിവരം അറിയിക്കാം. തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി നമ്മൾ കഴിഞ്ഞ ഈ ജനജാഗ്രതാ സമിതി എന്ന് പറയുന്നത് ഫോറസ്റ്റും പഞ്ചായത്തുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മളൊരു 3 വർഷക്കാലമായിട്ട് ട്രെഞ്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് വളരെ നിസ്സംഗഭാവത്തിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. 3 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ജനജാഗ്രതാ സമിതിയിൽ ഈ ട്രെഞ്ച് അവരുടെ ഉണ്ടാക്കാനില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ പറ്റില്ല, മറ്റു തൊഴിലുറപ്പിൽ ചെയ്യാനാണ്. തൊഴിലുറപ്പിൽ നിന്ന് അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്തരം നടപടിയിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാം ഗവൺമെന്റ് സംവിധാനത്തിൽ നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാതിരുന്നു. ഏതായാലും നമ്മുടെ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്നത് തന്നെ നമുക്ക് ജില്ലാ ഭരണകൂടത്തെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ നമുക്ക് ഉടൻ തന്നെ ഗ്രാമത്തിന് എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്ത് ഉണ്ടാകും. ട്രഞ്ച് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പൊതുജനങ്ങളെയും വൈദ്യുതി ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കുന്നതിനായാണ് KSEBയുടെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണം നടത്തുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി M. കീരംചുറ സുരക്ഷാ വാരാചരണത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഇപ്പോൾ മഴയൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അങ്ങ് മാറിപ്പോയി, മഴയിൽ അങ്ങ് മുങ്ങിപ്പോയി. എന്നിരുന്നാലും നമ്മുടെ ഈ സുരക്ഷയുടെ കാര്യങ്ങൾ ഞാൻ രാവിലെ ഒന്ന് പറഞ്ഞിട്ട് പോയാലും നമുക്ക് ഒരിക്കലും അത് നമ്മൾ മറക്കാതെ ചെയ്യുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല പൊതുജനത്തിൻ്റെ സുരക്ഷയും കൂടെയാണ് ഇതിനകത്ത്
ഏറ്റവും അത്യാവശ്യം ഒരു ഘടകമായിട്ട് നിൽക്കുന്നത്. നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ സജിമോൻ പറഞ്ഞ പോലെ തന്നെ ദിവസം എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 1.5 മാസം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എവിടെയെങ്കിലും ഒരു അപകടം വരണം. അത് പല സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് കൂടുതലും ഡ്രസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിനകത്ത് ഒരു ഭാഗം മുഴുവൻ കുറേ എണ്ണത്തിൽ പോയേക്കുന്നത്. പിന്നെ കുറച്ച് പേര് ശ്രദ്ധയില്ലാതെ എത്ര പറഞ്ഞാലും തോട്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ തോട്ടിയും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഈ തോട്ടി എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും ദുഃഖകരമാണ് കഴിഞ്ഞ ദിവസം ഒരു പാലാ എടുത്തൊരു അധ്യാപകനാണ്. അത് നമുക്കറിയാം, മറ്റുള്ള ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പോലെയല്ല, പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് തോട്ടിയെടുത്ത് ചക്ക പറിക്കാൻ പോയപ്പോൾ മരിച്ചു പോയത്. അപ്പോൾ ഇത് സമൂഹത്തിലെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇതിനൊരു എന്താ പറയുന്നത്, ഇതിനൊരു ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അജ്ഞതയാണ്. ഈ സപ്ലൈ ഇവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞത്. നമുക്ക് ടൗണിൽ വെച്ച് നടത്താം, നമ്മൾക്ക് ചെയർപേഴ്സണെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആൾക്കാരെ എല്ലാവരും കൂട്ടി നടത്താൻ. കാരണം അവരാണ് എപ്പോഴും പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ജൂൺ 26 മുതൽ ഒരാഴ്ച കാലത്തേക്കാണ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അതായത് ലൈൻമാൻമാര് എന്ന് തന്നെ പച്ചയ്ക്കാണ് പറയുവാണ്, നിങ്ങളെ ഏത് നിമിഷം വിളിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയെ നോക്കാതെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളാണെന്ന് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ വാർഡുകളിൽ നിന്നാണെങ്കിലും എവിടെ നിന്നൊക്കെ ആണെങ്കിലും ഫോൺ കോളുകൾ വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഞാൻ നിങ്ങളെ വിളിക്കുന്ന നിമിഷം തന്നെ ഞാൻ വിളിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും വർക്കിലായിരിക്കും. ആ സമയത്ത് തന്നെ ഓടി എത്താനുണ്ടാകുന്ന കഷ്ടപ്പാട് പറയും. ഒരാൾ എന്നെ ഒരു വാർഡിൽ നിന്ന് 9 പ്രാവശ്യം വിളിച്ചതിന് ശേഷമായിരിക്കും ഒട്ടുമുക്കാലും പ്രാവശ്യങ്ങൾ നിങ്ങളെ ഞാൻ അതുപോലെ വിളിച്ച് കഷ്ടപ്പെടുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിമോൻ KJ, സബ് എഞ്ചിനീയർ മനോജ് K. പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളും ഓഫീസർമാരും പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചാർ KSEB സെക്ഷൻ ഓഫീസിന് കീഴിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി. ഒരാഴ്ചക്കാലത്തേക്കാണ് പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാഞ്ചാറ്റിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പൊതുജനങ്ങളെയും വൈദ്യുതി ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കുന്നതിനായാണ് KSEBയുടെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായത്. വിവിധ സെക്ഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് അതാത് മേഖലകളിൽ പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നത്. ജൂൺ 26 മുതൽ ഒരാഴ്ച കാലത്തേക്കാണ് പരിപാടി. കാഞ്ചിയാർ KSEB ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പരിധിയിലെ സുരക്ഷാ വാരാചരണ പരിപാടി ലബക്കട KSEB ഓഫീസിന് സമീപം വെച്ചാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മഴക്കാലങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം, ചക്കയും മാങ്ങയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഒരു മരണം സംഭവിക്കുമ്പോഴാണ്, വൈദ്യുതി ആഘാതമേറ്റ് മരണം സംഭവിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരാഴ്ചത്തേക്ക് നമ്മൾ വലിയ ബോധവതികളും ബോധവാന്മാരുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ലെവലിലേക്ക് പോകും. അപ്പോൾ നമുക്കറിയാം, ഇനി നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ച് ചെയ്യുന്നത്. മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളും പൊതുജനങ്ങളും വൈദ്യുതി സുരക്ഷ ശ്രദ്ധയോടെ പാലിക്കണമെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ JC അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സാലി ജോളി, KSEB കട്ടപ്പന AXC സജിമോൻ K എന്നിവർ സുരക്ഷാ സന്ദേശം നൽകി. സബ് എഞ്ചിനീയർമാരായ പ്രദീപ് ശ്രീധരൻ, സുരേഷ് CN എന്നിവർ നേതൃത്വം നൽകി. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി രാഷ്ട്രീയ യുവജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ ഒപ്പുശേഖരണം നടത്തി. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ നിവേദനം സമർപ്പിക്കും. ആദിവാസിയിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്നാണ് രാഷ്ട്രീയ യുവജനതാദളിന്റെ ആവശ്യം. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലി മേഖലയിൽ 2 എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കിത് കൂടുതൽ സഹായകരമാകും. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ജനകീയ ഒപ്പുശേഖരണവുമായി രാഷ്ട്രീയ യുവജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത്. അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ +2 അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മന്ത്രിക്ക് എല്ലാ ആളുകളുടെയും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് RJDയുടെ നേതൃത്വത്തിൽ അതിൻ്റെ യുവജന സംഘടനയായ LYJD, RYJD ഒപ്പ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടിമാലിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണിത്. സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്ന. ഇതിനു മുൻപ് നമ്മൾക്കൂടെ ഈ +2 അനുവദിക്കുകയും ഈ അനുവദിച്ച +2
മറ്റ് സ്കൂളുകളിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എന്തൊക്കെയോ ഇതിനകത്ത് രാഷ്ട്രീയമായ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളതാണ്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് നമ്മളിവിടെ ഈ ഒപ്പ് ശേഖരിച്ച് മന്ത്രിക്ക് ഈ നിവേദനം കൊടുക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ നിവേദനം സമർപ്പിക്കും. ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്നാണ് രാഷ്ട്രീയ യുവ ജനതാദളിന്റെ ആവശ്യം. വെള്ളത്തൂവലിലും കുഞ്ചിത്തണ്ണിയിലും ബൈസൺ വാലിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിൽ എത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ. യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും. കട്ടപ്പന ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഉച്ചയ്ക്ക് പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് കൽക്കെട്ട് ഇടിഞ്ഞു വീണത്. കട്ടപ്പന ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ 15 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയുടെ 30 അടിയോളം ഭാഗമാണ് തകർന്നത്. ബാക്കിയുള്ള ഭാഗവും ഏതു സമയവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. കൂടാതെ കാലപ്പഴക്കം മൂലം മതിലും ഇടിഞ്ഞ സ്ഥിതിയിലാണ്. ഇതോടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ബഹുനില കെട്ടിടത്തിനും അപകട ഭീഷണിയുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ അപകടാവസ്ഥ അറിയിച്ച് 2013 സമീപവാസികൾ രേഖാമൂലം പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു. ഇതോടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കും സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതരും തീരദേശവാസികളും. ഒരു മഴ പെയ്താൽ ഉടൻ തന്നെ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയരും. ഇതോടെ തോടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. ഇതോടൊപ്പം ഇവിടുത്തെ വീടുകളിലും വെള്ളം കയറുന്നത് പതിവാണ്. കഴിഞ്ഞ 2 ദിവസമായി പെയ്തു വരുന്ന ശക്തമായ മഴയെ തുടർന്നാണ് കൈത്തോട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രി അധികൃതരും പ്രദേശവാസികളും ആശങ്കയിലാണ്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പാലം പൊളിച്ച വെള്ളം കയറാത്ത രീതിയിൽ ഉയർത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ഇത് എങ്ങും എത്താത്ത സ്ഥിതിയുണ്ട്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. കനത്ത മഴ തുടരുന്നതിനാൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇത് നേരിടുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. കാലവർഷം ശക്തമാകുന്നതിനാൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഉരുളുപൊട്ടല്, മണ്ണിടിച്ചില്, ശക്തമായ കാറ്റിലെ മരങ്ങളൊക്കെ വീഴുവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ട പഞ്ചായത്തിന്റെ അടിയന്തര സാഹചര്യങ്ങളിൽ അത് സജ്ജീകരണങ്ങൾ വേണ്ടത് പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പൊതുജനങ്ങൾ രാത്രി കാലങ്ങളിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദുരിതത്തിലായി വണ്ടിപ്പെരിയാർ വികാസ് നഗർ നിവാസികൾ. വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് കാൽനടയായി പോലും ഇതുവഴി കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. 2 വർഷം മുൻപാണ് വണ്ടിപ്പെരിയാർ ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വികാസ് നഗറിലേക്ക് പോകുന്ന വഴിയിലെ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിച്ചത്. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഇവിടുത്തെ വീടുകളുടെ മുൻവശം മുഴുവൻ വെള്ളം കെട്ടി നിൽക്കും. ഈ ഭാഗത്ത് മാത്രം 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്നതും ഇതുവഴി തന്നെ. അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ മുൻപ് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി പെയ്തുവരുന്ന ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. അടിയന്തരമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം കോൺക്രീറ്റ് പൊളിച്ചുമാറ്റി മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ ദിനാചരണം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് രത്നമ്മ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു.
ജനസംഘം സ്ഥാപക നേതാവ്, സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ വ്യവസായ വകുപ്പ് മന്ത്രി, ഹിന്ദു മഹാസഭാ നേതാവ് തുടങ്ങി ഭാരതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച രാജ്യസ്നേഹിയായ നേതാവായിരുന്നു അദ്ദേഹമെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു. വൺ നേഷൻ, വൺ കോൺസ്റ്റിറ്റ്യൂഷൻ, വൺ സിംബൽ എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച രാജ്യസ്നേഹിയായ വിപ്ലവകാരി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനാചരണമാണ് BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രത്നമ്മ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിലെ സിംഹം എന്ന് പറയത്തക്ക പോലെ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ജനസംഘത്തിന് രൂപം കൊടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് അത് വീഴ്ച പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ 1923 കാശ്മീരിന്റെ 97ാം പദവി നമുക്ക് നേടിയെടുത്തത് ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ മറ്റൊരു പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് തുടർന്നു വന്നത്. മുന്നോട്ട് കൊണ്ടുപോകാനും ഇങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് ഒരു ഇന്ത്യക്ക് ഒറ്റ ഒരു രാഷ്ട്രപതി, ഒറ്റക്കൊടി എന്നുള്ള നിർദ്ദേശം കുറിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതത്തിന് നൽകിയ ചരിത്രപരമായ സംഭാവനയെ സംബന്ധിച്ച് ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ സംസാരിച്ചു. ഭാരതീയ ജനസംഘത്തിന്റെ അതിൻ്റെ എന്താ പറയുക ആദർശപരമായിട്ടുള്ള അതിനടിത്തറയുണ്ടാക്കിയ ഏകാത്മ മാനവദർശനത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള നിങ്ങൾക്കറിയാം, അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകൻ ദീൻ ദയാൽ ഉപാധ്യായ, അദ്ദേഹത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ 96 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള 4 പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന് വേണ്ടി ഭാരതീയ ജനസംഘം രൂപീകരിക്കുമ്പോൾ യോഗത്തിൽ OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ, BJP സംസ്ഥാന കൗൺസിൽ അംഗം KN ഷാജി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് KK, ജിമ്മിച്ചൻ ഇളംതുരുത്തി, മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുരയിടം, മണ്ഡലം സെക്രട്ടറി മഹേഷ് കുമാർ, ഏരിയ പ്രസിഡന്റുമാർ, ഏരിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കട്ടപ്പന അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മുരിക്കാട്ടുകുടി സ്കൂളിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യുവതലമുറയെ കാർന്നു നിന്ന വൻ വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം. ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ലോക ജനതയെ രക്ഷിക്കുന്നതിനായി 1987 ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അതെ, ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഈ ദിനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം നാം ഇല്ലാതാക്കുക, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, ലഹരിയുടെ ക്രയവിക്രയങ്ങൾ ഇല്ലാതാക്കുക എന്നൊക്കെയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നോഡൽ ക്ലാസുകൾ, ഫ്ലാഷ് മോബുകൾ, ലഹരിവിരുദ്ധ സന്ദേശ റാലികൾ എന്നിവ സ്കൂളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പരിപാടിയിൽ അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് ഓമന PS, കട്ടപ്പന എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സജിമോൻ രാജപ്പൻ, ലഹരി ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ചാന്ദിനി നായർ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, സോഷ്യൽ സർവീസ് സ്കീം ലീഡർ ആദിത്യ സാബു എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനവും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പരിപാടികളും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സജി ചാലിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകി. നെടുങ്കണ്ടം INESME ക്യാമ്പസിലെ 4ാം വർഷ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ മധുരനെല്ലിക്ക എന്ന പേരിൽ ഹെൽത്ത് പ്രോഗ്രാമും നടത്തി. ഇതോടനുബന്ധിച്ച് ആരോഗ്യ പരിശോധന, ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രദർശനം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട റോൾ പ്ലേ എന്നിവ നടത്തി.
മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ലൈംഗിക വിദ്യാഭ്യാസം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം, വ്യക്തിശുചിത്വം എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ആരോഗ്യ വഴിയിലൂടെ എന്ന നാടകം നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. SME പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ദീപ റോസ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ മാനേജർ സജി ചാലിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ PK ബിജു നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് അനിൽ വലിയ വീട്ടിൽ, നെടുങ്കണ്ടം SNDP ശാഖാ സെക്രട്ടറി മണിക്കുട്ടൻ ആനവേലിൽ, നഴ്സിംഗ് കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആചരിച്ചു. കട്ടപ്പന DYSP PV ബേബി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഒരു ഫലവൃക്ഷം ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചെന്ത് പറ്റും? എന്ത് പറ്റും? അത് അപകടമാണ്, അത് മരണം കൊണ്ടുവരും, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും വ്യക്തമാക്കുന്ന സ്കിറ്റ്, ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച റാലി, ദൃശ്യാവതരണം, ലഹരി വിരുദ്ധ ഒപ്പുശേഖരണം എന്നിവ ശ്രദ്ധേയമായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന സെന്റ് ജെറോംസ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി കുട്ടികൾ റാലിയിൽ അണിനിരന്നു. സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരക വിപത്തായ ലഹരിക്കെതിരെ വിവിധ മത്സരങ്ങൾ നടത്തുകയും വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മാത്യു നേതൃത്വം നൽകി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇടുക്കി DYSP സാജു വർഗീസ് പരിപാടിയെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് DYSP കുട്ടികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ജിജോ ജോർജ്, മുൻ പ്രിൻസിപ്പൽ റോസമ്മ സെബാസ്റ്റ്യൻ, ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് അർച്ചന തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ആലീസ് കുത്തനാപ്പള്ളി, PTA പ്രസിഡന്റ് ജസ്റ്റിൻ പാലിയത്ത, അധ്യാപക പ്രതിനിധി ഫാദർ തോമസ് കുളമാക്കൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും ഫലവൃക്ഷത്തൈ നടിയിലും സംഘടിപ്പിച്ചു. വെള്ളയാങ്കുടി നത്തുകല്ല് റോഡിന്റെ വശങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. ഒപ്പം ഇവിടെ വിവിധ ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വെള്ളയാങ്കുടി നത്തുകല്ല് റോഡിന്റെ വശങ്ങളിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. പാതയുടെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ മതിലുകൾ ഉയർത്തിയതോടെ അപകട ഭീഷണിയായി പാതയോരങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളും ഇവർ പരിഹരിച്ചു. വെള്ളയാങ്കുടി ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായി വെള്ളാങ്കുടി നത്തുകല്ല് റോഡിലെ ഇരു സൈഡിലെയും കാടും പള്ളയും വെട്ടി ക്ലീൻ ചെയ്തും റോഡിലെ വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്തുകൊണ്ടും ഞങ്ങൾ അസോസിയേഷനിലെ ഭാരവാഹികളെല്ലാം കൂടി മരത്തൈ നട്ടുവെക്കുകയും റോഡ് സൈഡ് മൊത്തം ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സ്കൂൾ കുട്ടികളും വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ വെള്ളക്കെട്ട് കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിലെ വളവെങ്കിയ ഉള്ള എല്ലാ കാടുകളും വെട്ടി ക്ലീൻ ചെയ്ത് ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരിച്ച വിവിധ ഇടങ്ങളിൽ ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കടക്കം സുലഭമായി ഫലങ്ങൾ പറിക്കുവാനും സുരക്ഷിത തണലിടങ്ങൾ ഒരുക്കുവാനുമായിട്ടാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ ജോർജ്, സെക്രട്ടറി രാജേഷ് ജോർജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിൽ ഇത് കശുമാവിൻ കാലം. അന്യം നിന്നു പോകുന്ന കശുമാവിൻ പഴങ്ങൾ പഴമയുടെ നിരവധി ഓർമ്മകളാണ് ഓരോരുത്തർക്കും നൽകുന്നത്. പഴയകാല ഓർമ്മകൾ നിരവധി സമ്മാനിക്കുന്ന കശുമാമ്പഴവും
കശുവണ്ടിപ്പരിപ്പും ഒരു കാലത്ത് ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ കാലം മാറിയതനുസരിച്ച് പുതുതലമുറയ്ക്ക് ഇവ അത്ര പരിചിതമല്ലാതായി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ആലടി ഗേറ്റിൽ നിന്നും പൂവന്തിക്കുടിക്കുള്ള വഴിയിൽ ഇരുവശങ്ങളിലുമായി നിരവധി കശുമാവുകളാണ് ഉള്ളത്. ഇതുവഴി എത്തുന്ന സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയൊന്ന് നിർത്തി കശുമാവിൻ പഴത്തിന്റെ രുചിയൊന്ന് അറിയാണ്ട് പോകാറില്ല. ഇത് കശുമാങ്ങാപ്പഴമാണ്. ഇത് പൂവന്തിക്കുടി മേഖലയിലും നമ്മുടെ അടുത്ത മേഖലകളിലെല്ലാം നിറയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ സമയമാണ് കശുമാങ്ങാപ്പഴത്തിൻ്റെ. ഇത് കശുവണ്ടിക്ക് നല്ല വിലകളും ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പഴം തിന്നാനും നല്ലതാണ്. അപ്പം കുട്ടികൾ ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഇത് പഴുത്ത് റോഡിലോട്ട് വീഴുന്ന മെയിൻ റോഡിന് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് പഴുത്ത് താഴെ വീഴുമ്പോൾ എല്ലാവരും പെറുക്കി ടൂറിസ്റ്റുകളെല്ലാം ഇത് കഴിക്കാറുണ്ട്. കാരണം തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിൽ നിന്നൊക്കെ വാഗമണിലേക്ക് പോകാൻ ഉള്ള ഒരു ലിങ്ക് റോഡാണിത്. അപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം കഴിക്കും. അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കശുവണ്ടി കൃഷിയും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇപ്പോഴത്തെ തലമുറയിലെ എല്ലാ കുട്ടികൾക്കും ഇത് അറിയത്തില്ല. ഇത് നല്ല ഫലമാണ്, ഇത് കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ നീര്. അപ്പം എല്ലാവരും ഒന്ന് പറയാനുള്ള കശുവണ്ടി കൃഷി ചെയ്യുക. ഇനിയുള്ള കാലങ്ങളിൽ ഇത് കാണാൻ തന്നെ സാധിക്കുമോ എന്നറിയില്ല. കശുവണ്ടിപ്പരിപ്പ് ഉണക്കിയെടുത്ത് അതിലെ കപ്പിലണ്ടി ചുട്ടുകഴിക്കുന്ന ഓർമ്മ പലർക്കും ഇപ്പോഴും ഉണ്ടാകും. നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെയെത്തി ഈ കശുമാവിൻ പഴങ്ങൾ ശേഖരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 168. വിൽപ്പനയ്ക്ക് വന്നത് 40,341. വിൽപ്പന നടന്നത് 40,061. കൂടിയ വില 3008. ശരാശരി വില 2,325. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ. ഏലം കൂടിയ വില 2300. ഏലം ശരാശരി വില 1900. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പു 975. കൊക്കോ 125. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6600 രൂപ. വെള്ളി 94. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേവികുളത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞ് ഒരു വീട് തകർന്നു. മൂന്നാറിൽ 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. കട്ടപ്പന നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു. യോഗം നടന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ചും ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാൻ. അടിമാലി കല്ലാറിൽ അങ്കണവാടിയുടെ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും. 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് ആക്ഷേപം. ഒരിടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷം. പ്രദേശത്ത് നായ്ക്കൾ കടിച്ചു കൊന്നത് നിരവധി വളർത്തുമൃഗങ്ങളെ. പൂവത്തോലിൽ വർഗീസിന്റെ 4 മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ചു കൊന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.